ശ്രീ പി കെ ഗോപൻ കാഫിൽ സ്ക്രീൻഷോട്ട്, അതിനോടൊപ്പം രക്ഷാപ്രവർത്തനം, ഈ രണ്ടു കേസുകളിൽ വീണ്ടും അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ് UDF ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്. ഒന്നും മറക്കാനാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങളെ ചിലത് ഓർമ്മിപ്പിക്കും എന്നത് തന്നെയാണോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതൊക്കെ ഭരണമാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികം. പക്ഷേ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് രാജ്യത്തിനാകെ മാതൃകയായ ഒരുപാട് നടപടികൾ സ്വീകരിച്ച ഒരു ആഭ്യന്തര വകുപ്പാണ്. നമ്മുടെ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ പോലും വെല്ലുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവർക്ക് കിടപിടിക്കുന്ന വിധത്തിലോ ഉള്ള നല്ല എഡ്യൂക്കേറ്റഡും പവർഫുള്ളുമായ വളരെ ബുദ്ധി കൗശലമുള്ള പോലീസ് സേന നമുക്കുണ്ടായി. അത്രയും വേണം. ഡോക്ടർ ഗോപൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഇതേ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ മർദ്ദനമുറകളെ കുറിച്ചാണ്. ഓരോ ലോക്കപ്പ് മരണങ്ങളായി എണ്ണി പറയാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. നിയമസഭയിലടക്കം വ്യക്തമാക്കപ്പെട്ട കണക്കുകളുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പൊൻതൂവലുകളെ കുറിച്ച് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ശ്രീമതി മാധു, ചരിത്രത്തെ മറക്കാനും മറയ്ക്കാനുമുള്ള നിങ്ങളുടെ വ്യഗ്രത എല്ലായിടത്തും എടുത്ത് പ്രയോഗിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിച്ചിട്ടേ അടുത്തേക്ക് കടക്കൂ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഒരു കേസിന്റെ പോലും പ്രതിയെ പിടിക്കാനില്ല കേരളത്തിൽ. അത്ര ശക്തിയോടുകൂടി പോലീസ് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ന്യായയുക്തമല്ല. പോലീസിന്റെ മികവിനെ കുറിച്ചല്ല, പിഴവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മികവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് PRD ഉണ്ട്, നിങ്ങൾക്ക് പരസ്യം നൽകാം. പിഴവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു 1.5 അധ്യായം മികവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടേ പാടുള്ളൂ എന്ന് പറയുന്നത് വലിയ പ്രിവിലേജ് അവകാശപ്പെടലാണ്. അത് മാധു മാത്രം ഇരുന്ന് ചർച്ച ചെയ്താൽ മതി. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പിഴവ് മാത്രം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അല്ല, അങ്ങ് പിഴവിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അത് തന്നെയാണ്. പോലീസിൽ നിങ്ങളിപ്പോ ഭരണം മാറിയപ്പോൾ പോലീസിലെ പടക്കം പൊട്ടിക്കൽ കണ്ടല്ലോ, കേക്ക് വിതരണം കണ്ടല്ലോ, മധുര പലഹാര വിതരണം കണ്ടല്ലോ. അപ്പൊ ഗവൺമെന്റിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വിങ് എപ്പോഴും പോലീസിലുണ്ടാകും, മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലുണ്ടാവും. അത് ശരി. അവര് നിലാവ് കാണുമ്പോൾ കുറുക്കൻ ഓരിയിടുന്നത് പോലെ അവർക്ക് ഒരവസരം കിട്ടുമ്പോഴായിരിക്കും അവർ പുറത്തു വരിക. പേരിട്ട് വിളിച്ച മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ അതിക്രമത്തെ കുറിച്ചാണ് അങ്ങയോട് ചോദിച്ചത്. അങ്ങ് പറയുന്നു പോലീസിൽ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും, അവരെ തെരഞ്ഞുപിടിച്ച് മുഖ്യമന്ത്രിയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചൊന്നുമല്ലോ. ഇവൻ ശരിയല്ല. അവിടെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരുന്നു. അതിൽ എന്ത് നടപടിയെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും അങ്ങ് ഈ പറയുന്ന പോലീസിന്റെ പൊൻതൂവലുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയേണ്ടത്? ഞാൻ എന്താ ചോദിക്കുന്നത്? മാധുവിന്റെ ചോദ്യം എന്താ? അതാണ് പ്രശ്നം. ചോദ്യം എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചത്. ഡോക്ടർ ഗോപൻ, ഈ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ച ആലപ്പുഴയിലെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഇറങ്ങിയടിച്ച കേസുണ്ടല്ലോ, അതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ SIT അത് കണ്ടെത്തിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് എഴുതിയത് ചൈത്ര തെരേസ ജോൺ ആണ് എന്നും അതൊരു ക്രിമിനൽ പ്രവർത്തനമാണ് എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുണ്ട് എന്നും നടപടി സ്വീകരിക്കണമെന്നും അത് പോലീസിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചുവെന്നും പരാമർശങ്ങൾ ഉണ്ടായിട്ട് അവർക്കെതിരെ ഇതുവരെയും നടപടി സ്വീകരിച്ചില്ല എന്നതാണ് പ്രധാനം. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. അല്ല, നടപടി സ്വീകരിച്ചോളൂ, തർക്കമില്ല. ആ ചാർജ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ നിഗമനം വെച്ചിട്ട് പുതിയ ഗവൺമെന്റിന് നടപടി സ്വീകരിക്കാമല്ലോ. നടക്കട്ടെ, നമുക്ക് തർക്കമില്ലല്ലോ. എനിക്ക് തർക്കം ഉണ്ടെങ്കിൽ മതിയല്ലോ മാധുവായിട്ട് തർക്കിക്കുന്നു. പഴയ ഗവൺമെന്റ് എന്ത് ചെയ്യുകയായിരുന്നു? അല്ല, പഴയ ഗവൺമെന്റ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പുതിയ ഗവൺമെന്റ് നടപടി സ്വീകരിക്കാം. പോലീസ് എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയം മാറുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല എന്നൊരു മിനിമം കൺസേൺ നമുക്ക് ആ സംവിധാനത്തെ കുറിച്ച് ഉണ്ടാവേണ്ടേ? ഇത്രയും കാലം, ഇതിപ്പോൾ കൊല്ലം എത്രയായി, ഇത്രയും കാലം എന്തുകൊണ്ട് ആ ദൃശ്യങ്ങളില്ല എന്ന് പോലീസിന് കോടതിയിൽ പോയി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? നാടായ നാട് മുഴുവനും, ചാനലായ ചാനലുകൾ മുഴുവനും സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ പോലീസിന് മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നത് എന്തൊരു ഉത്തരവാദിത്ത രാഹിത്യമാണ്? അത് ചെയ്യാൻ കഴിയുന്നത് ആരുടെ തുണ കൊണ്ടാണ്? ഇന്നിപ്പോ ഇതിനെ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാ. ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ഒരു ബഹുജന പ്രതിഷേധം ഉണ്ടായാൽ അത് മനസ്സിലാക്കാം. അവിടെ പോലീസിന് വണ്ടി നിർത്തുന്നതിന് പറ്റും,
ഇറങ്ങി അത് പ്രതിരോധിക്കുന്നതിന് പറ്റും. പക്ഷേ ഇരുളിൽ നിന്നോ അല്ലെങ്കിൽ ഒളിവിൽ നിന്നോ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് ചാടി പോലീസ് വാഹനത്തിന്റെ മുമ്പിൽ വീണാൽ, മുഖ്യമന്ത്രിയുടെ വണ്ടി ഇടിച്ച് മരിച്ചാൽ നിങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാകാവുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു സമീപനമല്ല അവിടെ സ്വീകരിക്കേണ്ടത്. സമരം നടത്തേണ്ടത് മാവോയിസ്റ്റുകൾ നടത്തുന്ന പോലെയല്ല സമരം നടത്തേണ്ടത്. അല്ല, ഞാൻ ന്യായീകരിക്കുന്നില്ല. ഞാൻ ന്യായീകരിക്കുന്നില്ല. ന്യായീകരിക്കുകയാണ് ഡോക്ടർ ഗോപൻ ചെയ്യുന്നത്, പച്ചയ്ക്ക് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. മാധു, ഈ വഴക്കുണ്ടാക്കി എന്തിനാ ചർച്ച ചെയ്യുന്നേ? എന്റെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു തരത്തിലുള്ള ജനവിരുദ്ധമായ സമീപനവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അംഗീകരിക്കുന്നവരല്ല. ഞങ്ങൾ ആരും അംഗീകരിക്കുന്നവരല്ല. കാരണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പോലീസ് പീഡനം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അനുഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ആള് തന്നെയാണ് MLA ആയിരിക്കുമ്പോൾ പോലീസിന്റെ ഏറ്റവും കൂടുതൽ ഭീകരത അനുഭവിച്ചത്. MLA ആയിരിക്കുമ്പോഴാ. ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ അനാവശ്യമായി ഒരാളും പോലീസിന്റെ ഭീകരത അനുഭവിക്കാൻ പാടില്ല. ആ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും മാത്രമല്ല അങ്ങനെ സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് അന്വേഷണത്തിലും ആ രക്ഷാപ്രവർത്തനം നടന്നു എന്നതാണ് പ്രശ്നം. ഡോക്ടർ ഗോപൻ, അന്വേഷണത്തിലും ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് അത് പൂഴ്ത്തിവെച്ചു. ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയാണ് ഡോക്ടർ ഗോപൻ. അങ്ങ് പറയാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ പുതിയ സർക്കാർ അന്വേഷിക്കട്ടെ എന്ന്. അത് രാഷ്ട്രീയമനുസരിച്ച് ഭരണം മാറുമ്പോൾ നീതിയുക്തമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനം എന്ന് എഴുതിത്തള്ളതിന് തുല്യമാണ്. എനിക്കതിൽ വലിയ മനോവേദനയുണ്ട് ഡോക്ടർ ഗോപൻ. മാധുവിന്റെ ഇതുവരെയുള്ള 3/4 മണിക്കൂർ ഇടപെടലിൽ പരിയാരത്ത് പാവപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട 8 പട്ടികജാതി കുടുംബങ്ങളുടെ നേർക്ക് പോലീസ് നടത്തിയ ഈ ചർച്ചയിൽ ഇതുവരെ മാധുവിന്റെ ഓർമ്മയിൽ വരാത്തതിന്റെ കാര്യം എന്താ? അല്ല, മാധുവിന്റെ ഓർമ്മയിൽ വരാത്തതിന്റെ കാര്യം എന്താ? മെനഞ്ഞാന്ന് 24 മണിക്കൂറായിട്ടില്ലല്ലോ ഏതെങ്കിലും അല്ല പോലീസിനെ ആക്രമിച്ചവര് അല്ല ഇതുവരെ ചർച്ച ചെയ്തല്ലോ. ഇന്നലത്തെ എവിടെ ഇരിക്കട്ടെ, പോലീസിനെ ഒന്നുമില്ലല്ലോ. അല്ല എടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ വിഷയം പോലീസിന്റെ കാര്യം ചർച്ച ചെയ്ത് വരുമ്പോ നിങ്ങളുടെ ഓർമ്മയിൽ ആദ്യം വരേണ്ടതാണ് UDF അധികാരത്തിൽ വന്നപ്പോ നിരപരാധികളായ മനുഷ്യരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. 10-12 ആളുകൾ ഹോസ്പിറ്റലിലാണ്. അവരെ ഭീകരമായി മർദ്ദിച്ചു. അവരേതെങ്കിലും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോ? നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തെ? നിങ്ങളുടെ മനസ്സിൽ വരാത്തത് നിങ്ങൾ ഈ വാർത്ത തുടങ്ങുന്നതിന് മുമ്പ് മാധു ഈ പറഞ്ഞു മേളി കയറി നിന്ന് കൊടിയെടുത്ത് നാട്ടി എന്തോ ഗപ്പ് നേടാനുള്ള വല്ല പരിശ്രമം ഉണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് കേട്ടോ, നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളുടെ മേളിൽ കയറി ഒരു കൊടിയെടുത്ത് നാട്ടിയിട്ട് എനിക്ക് ആ ഗപ്പ് കിട്ടിയെന്ന് പറയുന്ന പരിപാടിയില്ല. ഭരണം മാറി 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ, ആഭ്യന്തരമന്ത്രി ചാർജ് എടുത്ത് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ 8 പട്ടികജാതി കുടുംബങ്ങളുടെ മേൽ നടത്തിയ ഭീകരാക്രമണം, അതിനെക്കുറിച്ച് ഈ ചർച്ചയിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഭവതി ഓർക്കാതിരുന്നത് ഓർമ്മപ്പെശ കൊണ്ടല്ലെന്ന് തിരിച്ചറിയാവുന്ന ഒരാളാണ് ഞാൻ. നീ അങ്ങ് ഉണ്ടാക്കല്ലേ. ഈ കാര്യം നടപ്പിലാക്കുന്നതിൽ സാവകാശം തേടി കോടതിയെ സമീപിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച കാര്യമാണ്. 24 മണിക്കൂറിനകം തീരുമാനം വേണമെന്ന് പറയുന്ന നിലപാട് 2-3 വർഷം മുമ്പത്തെ കാര്യം ചോദിച്ചപ്പോഴാണ് കേട്ടോ എടുത്തിരുന്നത്. നാട്ടുകാർ കേൾക്കും എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു ഡോക്ടർ പി കെ ഗോപൻ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.